ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കുട്ടി വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചായയാണ് കാണിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇക്കക്കാനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വിളിക്കാൻ വരുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ അതിന് ഇക്കക്ക നാട്ടിൽ വരുന്നത് ഇക്കക്കാടെ കല്യാണമുണ്ട്. അപ്പോൾ ആ ഒരു ടൈമായി കല്യാണത്തിനും ഒരാഴ്ച മുന്നാണ് കേട്ടോ ഇക്കക്ക വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വിളിക്കാൻ പോവാണ്. ഞാനും ഉമ്മ അനിയത്തി പിന്നെ ഇക്കക്കാടെ ഒരു ഫ്രണ്ട് വാപ്പ വന്നിട്ടില്ല കേട്ടോ. പിന്നെ വിളിക്കാൻ പോവാന്ന് പറയുന്നത് ഈ നട്ടപ്പാതിരാക്ക് ഒട്ടുമിക്ക ആൾക്കാർ ഞങ്ങൾ ചോദിച്ചാൽ പ്രാന്തുണ്ട്, വീട്ടിലേക്ക് വരുന്നതല്ല, പിന്നെ എന്തിനാണ് ഈ ഉറക്കം വെച്ചിട്ട് പോകുന്നത്. ഇക്കൊക്കെ വരെ ചോദിച്ച്. പക്ഷെ അതൊക്കെ ഒരു സന്തോഷമല്ലേ. പിന്നെ എയർപോർട്ടിൽ വരാമെന്ന് പറയുന്നത് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. അത് കൊണ്ടുവന്നാക്കാൻ പോകണത് എനിക്കിഷ്ടമല്ല, പക്ഷേ ഇത് വിളിക്കാൻ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ആരെന്നോട് വിളിക്കാൻ വരുമോയെന്ന് വെച്ചാൽ ഞാൻ പോകും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മളെ ഫാമിലിയിൽ കസിൻസൊക്കെ അങ്ങനെ ചോദിച്ചാൽ ഞാൻ പോകും വിളിക്കാൻ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഞാനതാ ഇക്കൊക്കെ നമ്മളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇക്കൊക്കെ ലാൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മളിവിടെ കാനൊക്കെ കണ്ട് ഇനി നമ്മൾ വണ്ടി എടുക്കാനായിട്ട് പോകണം കേട്ടോ. ഇവിടെ അത് എയർപോർട്ടിൽ 10-15 മിനിറ്റ് നിൽക്കേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്ക് ഇക്കൊക്കെ വരികയും ചെയ്തു. പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഈ സമയമായതുകൊണ്ടായിരിക്കാം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വണ്ടി വരുന്നുണ്ട്. വണ്ടി വന്നതിന് ശേഷം ഞങ്ങൾ പോവാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് എയർപോർട്ടിൽ വരുമ്പോൾ ഇഷ്ടം ഈ എയർപോർട്ടിൽ ബാക്ക് സൈഡിലായിട്ട്, നേരെ ഓപ്പോസിറ്റ് അല്ല, ബാക്ക് സൈഡല്ല, ഒരു സൈഡിലായിട്ട് ചെറിയൊരു റോഡുണ്ട്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ വിളിക്കാൻ നേരത്തോടെ പോയാലാണ് നമുക്ക് അതിനൊക്കെ പറ്റുക. പക്ഷേ ഇന്ന് ഈ സമയമായതുകൊണ്ടൊന്നും ഞങ്ങളങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു 5-5:30 ആയ ടൈമിലാണ് നമ്മൾ വീടെത്താനായി. അതിന് മുന്നേ ഒരു ചായക്കട കണ്ടപ്പോൾ ചായ കുടിച്ച് പോയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അതിനായിട്ട് ചായക്കടയിൽ കയറിയേക്കണം. നല്ല ചൂടുള്ള മുരിഞ്ഞ റൊട്ടിയും പിന്നെ നല്ല അടിപൊളി ചായയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ, കാരണം ഇക്കൊക്കെ വന്ന സന്തോഷം, പിന്നെ ഇക്കക്കാടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞേക്കാണ് കേട്ടോ. അത് മാത്രമല്ല, കല്യാണം കാരണം അതിൻ്റെ നമ്മൾ വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ടിട്ട് കല്യാണത്തിൻ്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കൊക്കെ വന്നാൽ സമയമില്ലല്ലോ, ഒരാഴ്ച കഴിഞ്ഞിട്ട് കല്യാണമല്ലേ. അപ്പോൾ വന്നിട്ട് ഇനി നാളെ അത് ചെയ്യണം, മറ്റന്നാൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വീടെത്തിയിട്ടോ. വീട്ടിലെത്തിയതാ ലൈറ്റൊക്കെ ഇട്ട് പിന്നെ ഓണായി എല്ലാവരും. ഇക്കൊക്കെ വന്ന് ഇനി അടുത്തത് ഇക്കക്കാടെ കല്യാണം. ഇക്കക്കാടെ കല്യാണം ഞായറാഴ്ച കഴിഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ഓടുന്ന ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അതിന് ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നു. പുലർച്ചാണ് ഇക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും വിഷമമുള്ളൊരു കാര്യമായിട്ട് കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതുവരെ കിക്കാനും കൊണ്ടുവന്നാക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇക്കൊക്കെ പറഞ്ഞു നിങ്ങളെല്ലാവരും വായ കൊണ്ടുവന്നാക്കാനെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി. ഭയങ്കര ഒരു സങ്കടമാണ്. എയർപോർട്ട് എത്തുന്ന വരെ ഒരു ഭയങ്കര വിഷമമാണ്. നമുക്ക് വെള്ളം കുടിച്ചാലും ഇങ്ങനെ ഇറങ്ങില്ല എന്നൊക്കെ ഞാൻ പറയുമെങ്കിലും ഞങ്ങൾ പോണ വഴിക്ക് നല്ലോണം ചായയും പട്ടൊക്കെ കഴിച്ചിട്ടാട്ടോ പോയത്. ഇപ്പോൾ എയർപോർട്ട് എത്തി. അപ്പോൾ നേരതായി വണ്ടി തിരിക്കുന്നത് ചായക്കടയിലേക്കാട്ടാ. ഇനി ചായ കുടിച്ചിട്ടേ ഇനി ബാക്കി പരിപാടിയുള്ളൂ. ചായക്കടയിലെത്തിയതാ, ഇതാണ് മെയിൻ ഐറ്റം. ഈ മുരിങ്ങ റൊട്ടി കൂട്ടിയിട്ട് നല്ലൊരു അടിപൊളി നല്ല കടുപ്പത്തിയിലൊരു ചായ കൂടി കുടിക്കാൻ കേട്ടോ.
ഇതൊന്നും ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പറയും, കാരണം ഇക്കൊക്കെ പോകുന്ന സങ്കടത്തിൽ ഇതൊന്നും കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നല്ലോണം കഴിച്ചു. നല്ല ടേസ്റ്റുള്ള വടയായിരുന്നു കേട്ടോ. റൊട്ടി, നല്ല ടേസ്റ്റുള്ള റൊട്ടിയും എൻ്റെ അനിയത്ത് വടയായിരുന്നു അവൾ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതും ഞാൻ അതിൽ നിന്ന് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ എയർപോർട്ടിൽ എത്തി ഗൈസ്. ഇക്കൊക്കെ പോകാൻ പോകും. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഭാഗമാണ് ഇങ്ങനെ കൊണ്ടുവന്നാക്കാന്ന് പറയുന്നത്. അങ്ങനെ യാത്ര പറച്ചിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇക്കക്കാനൊക്കെ നമ്മൾ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടമൊക്കെ ഉണ്ട്, കാരണം പോകുമ്പോൾ ഇക്കൊക്കെ ഉണ്ടായിരുന്നു, വരുമ്പോൾ ഇക്കൊക്കില്ല. അത് മാത്രമല്ല, ഇത് ഭയങ്കര ഒരു നമുക്ക് ആ സമയത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, ഭയങ്കര ഒരു വിഷമം. കാരണം ഇനി അവരെ കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് കാണാം, ഒരു 1 year ഒക്കെ എടുത്തിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു സങ്കടമൊക്കെ ശരിക്കും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കക്കാടെ കല്യാണം കൂടി കഴിഞ്ഞുകൊണ്ട് പിന്നെ ആ ഒരു കുറച്ചധികം ദിവസം നിന്നതിൻ്റെയും ഒരു വിഷമമുണ്ട്. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നാക്കി വീടെത്താനായേക്കണ്. അതിന് മുന്നായിട്ട് തന്നെ കടയിൽ കയറിയിട്ട് ദോശയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തെങ്കിലും ചായ കഴിക്കേണ്ട 11 മണി 11:30 ഒക്കെ ആവണം ആ ടൈം. അപ്പോൾ ഞാനിവിടെ തട്ട് ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എല്ലാവരും പല ടൈപ്പ് ചെയ്തത്. ചിലർ മസാല ദോശ, ഒരാൾ പൊടി ദോശ, അങ്ങനെ ഓർഡർ ചെയ്തിട്ടാണ്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രക്കുള്ള ഒരു കുട്ടി വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.